അപ്പോൾ ദേ നമ്മുടെ കൂടെ ഒരാൾ ലൈനിൽ ചേരുന്നുണ്ട്. എന്താണ് ഇദ്ദേഹം നമ്മുടെ ഷോയിൽ വരുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു സ്പെഷ്യൽ അതിഥി വരുന്നുണ്ട്. ഇദ്ദേഹമാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഏറെ ചർച്ചയായിട്ട് നിൽക്കുന്ന ഒരാളാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യ ചിഹ്നം ഡിസൈൻ ചെയ്ത ഒരാളാണ് എൻ്റെ കൂടെ ഉള്ളത്. KV ബിജിമോൾ എൻ്റെ കൂടെ ലൈനിൽ ചേരുന്നുണ്ട്. നമസ്കാരം. നമസ്കാരം. നമസ്കാരമുണ്ട്. അപ്പോൾ എന്താണ്, എത്രത്തോളമാണ് സന്തോഷം? ഇപ്പോൾ എല്ലാ മാധ്യമങ്ങളിലും പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ KV ബിജിമോളും ബിജിമോളുടെ ഭാഗ്യചിഹ്നവുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ എത്രത്തോളം ഉണ്ട് സന്തോഷം? സന്തോഷം പറഞ്ഞറിയിക്കുന്നതിനപ്പുറമാണ്. ആഹാ. പ്രത്യേകിച്ച് ഇതുപോലെ മത്സര വിധി ഒരു വനിതയാണെന്ന് പറഞ്ഞാൽ അതൊരു അഭിമാനം തന്നെയാണ്. സത്യമാണ്. എല്ലാത്തിനും ഒരു ഭയങ്കര സന്തോഷം. അപ്പൊ പത്തനംതിട്ടയിലുണ്ടോ, റാന്നിയിലുണ്ടോ ഇപ്പോ? ഇല്ല, ഞാനിപ്പോ ട്രിവാൻഡ്രത്താണുള്ളത്. അവിടെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് തോന്നുന്നു അല്ലേ? അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. അതെ. ഓക്കെ, സൂപ്പർ. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു മത്സരത്തിലേക്ക് എത്തിയത്? ഇങ്ങനെ ഒരു ഭാഗ്യചിഹ്നം ഡിസൈൻ ചെയ്യണം, 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നമാണ്, ഇതൊക്കെ എങ്ങനെയാണ് അറിയുന്നത്? അല്ല, ഞാൻ ആട് കാണുന്നത് തന്നെ ഹസ്ബൻഡാണ് ആട് കാണുന്നത്. അങ്ങനെയാണ് എന്റെ അടുത്ത് പറഞ്ഞ് ഞങ്ങൾ ചെയ്ത് അയക്കുന്നത്. ഇതൊന്നും യാതൊരു പ്രതീക്ഷയില്ലായിരുന്നു, വെറുതെ അയച്ചേ ഉള്ളായിരുന്നു. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അവാർഡ് കിട്ടുന്നത് തന്നെ. അടിപൊളി. ഇന്നലെ വൈകുന്നേരമാണ് മൊത്തത്തിൽ തീരുമാനങ്ങളൊക്കെ അറിഞ്ഞപ്പോ ഉണ്ടായ ആ ഒരു ഞെട്ടലല്ലേ? അതെ അതെ അതെ. അതുപോലെ തന്നെ മനസ്സിലേക്ക് എന്തൊക്കെയായിരുന്നു ഉറപ്പായിട്ടും ഇതിൽ വെക്കണമെന്ന് ചിന്തിച്ചിരുന്ന കാര്യങ്ങൾ? അതായത് ഇങ്ങനെ ഒരു ഭാഗ്യചിഹ്നം നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ എന്തൊക്കെയായിരുന്നു അതിന്റെ അകത്ത് ഉൾപ്പെടുത്തണം നമ്മൾ ഉറപ്പ് മനസ്സിൽ വിചാരിച്ചിരുന്ന വെച്ച കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? എന്നുവെച്ചാൽ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ആവണം എന്നുള്ള ഒരു ചിന്തയുണ്ടായിരുന്നു. അല്ലാതെ ഈ പൊന്മാനെ വെക്കണം, പൊന്മാനെ കൊണ്ടുവരണം എന്ന് അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല? എന്നുവെച്ചാൽ പെട്ടെന്ന് ഒരു പക്ഷി എന്നുള്ള ഒരു ചിന്ത എനിക്ക് പെട്ടെന്ന് പൊന്മാന്റെ ഒരു കൺസെപ്റ്റാണ് വന്നത്. ഇതിനു മുന്നേയും ഇങ്ങനെയുള്ള മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ടോ ബിജിമോൾ? നേരത്തെ ലോകോത്സവത്തിനൊക്കെ പങ്കെടുത്തിട്ടുണ്ട്, പക്ഷെ ഇങ്ങനൊരു അവസരം, ഇങ്ങനൊരു വേദി ആദ്യമായിട്ടാണ്. എന്താ ചെയ്യുന്നേ? വർക്ക് ചെയ്യാണെന്ന് പറഞ്ഞു. എന്താണ് ഞാൻ ഗ്രാഫിക് ഡിസൈനറാണ്. അപ്പോ എത്ര വർഷമായിട്ട് ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നു? ഇപ്പൊ 8 വർഷമായിട്ട് ഫീൽഡ്. ഓക്കെ. അപ്പൊ സ്വന്തം ഫേമാണോ ട്രിവാൻഡ്രത്ത് നടത്തുന്നത്? സ്വന്തം ഫേമാണ്. അതെ അതെ, മാജിക് മൈൻഡ് സ്വന്തം ഫേം തന്നെയാണ്. ഞാനും ഹസ്ബൻഡും കൂടെയാണ് ചെയ്യുന്നത്. അടിപൊളി. അപ്പൊ ഒരുപാട് സ്റ്റാഫ് ഒക്കെ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കണം. അതോ വളരെ ഇങ്ങനെ സ്റ്റാർട്ടപ്പ് ആയിട്ട്? ഞങ്ങൾ രണ്ടുപേരും കൂടെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ എന്തായാലും ഒരുപാട് സ്റ്റാഫ് ഒക്കെ വന്ന്. ആർട്ടിസ്റ്റാണ് ദേശാഭിമാനിയില്. അടിപൊളി. അപ്പൊ എന്തായാലും ഒരുപാട് സ്റ്റാഫും ഒരുപാട് എന്താ പറയുക വർക്കുകളും ഉള്ളൊരു വലിയ ഫേമും അതിൻ്റെ അകത്ത് ഒരുപാട് ക്രിയേറ്റീവ് ചിന്തകളുമായിട്ട് KV ബിജിമോളും ഇങ്ങനെ നിൽക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് കേട്ടോ. ഒരുപാട് സന്തോഷം. നമ്മുടെ കൂടെ ഷോയിൽ ഇപ്പോൾ സംസാരിച്ച ആരാന്നറിയോ? 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം ഡിസൈൻ ചെയ്ത KV ബിജിമോളാണ്. ബിജിമോൾ ആകെ എക്സൈറ്റ്മെന്റിൽ നിൽക്കുകയാണ്. ബിജിമോൾക്ക് തന്നെ എന്താണ് പറയേണ്ടത്, എങ്ങനെ പറഞ്ഞത് ഒപ്പിക്കണം എന്നൊക്കെ ഉള്ള വളരെ വലിയൊരു ടെൻഷനൊക്കെ ശബ്ദത്തെ നമുക്ക് മനസ്സിലാവുന്നത്. അതൊരു സന്തോഷത്തിൻ്റെയാണ് ആ ഒരു ടെൻഷൻ. അപ്പോൾ എന്തായാലും ആ ഒരു സന്തോഷം മുന്നോട്ട് പോട്ടെ. നമ്മൾ അടുത്ത പാട്ടിലേക്ക് പോകുന്നു.